പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ടുള്ള സമരം ആരംഭിച്ചു. 24 മണിക്കൂറാണ് സമരം. കോതമംഗലത്ത് നടന്ന പ്രതിഷേധ യോഗം കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ 24 മണിക്കൂർ അടച്ചിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധിക്കുന്നത്. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് നിലവിൽ 3085 രൂപയാണ് നൽകേണ്ടത്. ഹോട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമാണ് നിലവിലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വിലക്കയറ്റവും ഉയർന്ന വാടകയും കൂലി വർധനവുമെല്ലാം കാരണം ഇതിനകം തന്നെ ഹോട്ടൽ മേഖല വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. കോതമംഗലം നഗരസഭ ചെയർപേഴ്സൺ ഭാനുമതി രാജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വാണിജ്യത്തിന് ആവശ്യമായ ഗ്യാസിന് 993 രൂപയാണ് ഒറ്റ അടിക്ക് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒട്ടും ഭൂഷണമല്ല. സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ഈ പ്രക്രിയ നിർത്തിയേ പറ്റൂ. അതിനുവേണ്ടിയുള്ള പ്രതിഷേധം ഇന്ന് സൂചന മാത്രമാണെന്ന് നമുക്കറിയാം. കേരളമെമ്പാടും ഇത് ആളിപ്പടരും, യാതൊരു സംശയവുമില്ല. പുതിയ സർക്കാരൊക്കെ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പുതിയ സർക്കാർ ചിന്തിക്കുമെന്നതിന് സംശയമില്ലാത്ത കാര്യമാണ്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, KHRA ജില്ലാ പ്രസിഡന്റ് VT ഹരിഹരൻ തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു. നിലവിലെ സിലിണ്ടർ ക്ഷാമം മൂലം ഇപ്പോൾ തന്നെ 50% താഴെ ഹോട്ടലുകൾ മാത്രമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുള്ളൂവെന്നും നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമാണെന്നും പ്രതിഷേധ യോഗത്തിൽ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.